ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഇരുന്നത്. പക്ഷേ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു വേറൊരു ടോപ്പിക് എടുക്കാൻ. അതായത് ഇനി നിങ്ങൾ കരയരുത് എന്നുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ആരൊക്കെയോ സങ്കടപ്പെടുന്നുണ്ട്, ആരൊക്കെയോ വിഷമിക്കുന്നുണ്ട്, വ്യക്തിബന്ധങ്ങളിൽ കോട്ടം തട്ടിയിരിക്കുന്നവരുണ്ട്, നല്ലൊരു ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, ഫിനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് എൻ്റെ മനസ്സെന്ന് എന്നോട് പറഞ്ഞത്. ഹലോ ഗൈസ്, നിങ്ങൾ കരയുന്നുണ്ടോ? നിങ്ങൾ എന്തിനെ പറ്റിയാണ് വിഷമിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ വിഷമം, ആ സങ്കടം അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ഇത്രയും ദിവസം നിങ്ങൾ കരഞ്ഞില്ലേ? ഇത്രയും ദിവസം നിങ്ങൾ മറ്റുള്ളവരെ ശപിക്കുകയും നിങ്ങളെ സ്വയം ശപിച്ചുകൊണ്ട് നിങ്ങളുടെ ദിവസങ്ങൾ മുന്നോട്ട് നീക്കിയില്ലേ? ഇനി അത് വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളിലെങ്കിലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ, അതിൽ നിറഞ്ഞ് സന്തോഷിക്കുക എന്നുള്ളതാണ്. കാരണം വലുതാണ് നമ്മൾക്ക് വരാൻ പോകുന്നത്. ഇപ്പോഴനുഭവിക്കുന്ന സങ്കടം നാളെ നല്ലൊരു വലിയ സന്തോഷത്തിൻ്റെ മുന്നോടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണോ ആവശ്യം? നിങ്ങൾക്ക് ജോലിയാണ് ആവശ്യമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊരു ഡയറി എടുത്തോളുക, ഒരു പുസ്തകം എടുത്തോളുക. അതിൻ്റെ പേജിൽ ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ എഴുതുക, എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ലൊരു ജോലി എനിക്ക് തന്നതിന് നന്ദി യൂണിവേഴ്സ്, നന്ദി നന്ദി നന്ദി. ഇങ്ങനെ എഴുതി വയ്ക്കുക. 21 ടൈംസ് എഴുതുക. ഇത് നിങ്ങൾ കണ്ടിന്യൂസായി ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായും ഒരു ജോലി നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളിലേക്ക് അട്രാക്റ്റീവായി വരുന്നത് കാണാം. ആ ജോലിയോടൊത്തുള്ള ആ ജോലി, നിങ്ങളുടെ ആഗ്രഹ ജോലിയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ശീലങ്ങളും പെരുമാറ്റങ്ങളും ചിന്തകളും പൊരുത്തപ്പെട്ടു പോവുക. എപ്പോഴും ആ ജോലിയെപ്പറ്റി പറയുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതർവൈസ് നിങ്ങളുടെ ഫാമിലിയിലാണോ നിങ്ങൾക്ക് പ്രോബ്ലം? ഹസ്ബൻഡും വൈഫും തമ്മിലാണോ പ്രോബ്ലം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരസ്പരം രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് നിങ്ങളുടെ കുറവുകൾ എന്താണ്, ന്യൂനതകൾ എന്താണ്, ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത മറ്റൊരാളുടെ പ്രവൃത്തി എന്താണ് എന്ന് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക. അതുപോലെ ചില ഫ്രണ്ട്സാണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത്? ചില ഫ്രണ്ട്സാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൂരെ മാറി നിന്ന് അവരെ വാച്ച് ചെയ്യുക. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എന്ത് പണിയാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് രഹസ്യമായി കണ്ടുപിടിക്കുക. അവരെ ഒഴിവാക്കി കളയുക. നല്ല ഫ്രണ്ട്സിനെ നമ്മുടെ കൂടെ നിർത്തുക. ഇനി ഫിനാൻസാണോ നിങ്ങൾക്ക് ആവശ്യം? നല്ല ജോലി കിട്ടിയാൽ ഉടനെ നിങ്ങളിലേക്ക് ഫിനാൻസ് വരികയായി. അതർവൈസ് നിങ്ങൾക്ക് ഫിനാൻസ് വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മനസ്സ്, ചിന്ത, പ്രവൃത്തി എല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യവുമായിട്ട് ഒരു സെയിം വേവ് ലെങ്തിൽ കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾക്ക് എപ്പോഴും നിറഞ്ഞ സന്തോഷമായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ ജീവിതഗതി വേറെയാണ്, എങ്ങനെ ഞാൻ സന്തോഷിക്കുമെന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് കഴിയുന്ന വസ്തുവകകൾ നിങ്ങൾക്ക് കൈയെത്തി പിടിക്കാവുന്ന അകലത്തിൽ ഈ യൂണിവേഴ്സിൽ തന്നെയുണ്ട്, ഈ പ്രകൃതിയിൽ തന്നെയുണ്ട്. നിങ്ങളത് കാണുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പണമാണെങ്കിൽ നിങ്ങളുടെ അരികത്തതുണ്ട്, നല്ല ജോലിയാണെങ്കിൽ നിങ്ങളുടെ അരികത്തതുണ്ട്. പക്ഷേ അതിനു വേണ്ടി നിങ്ങളാണ് ഒരുങ്ങേണ്ടത്. നിങ്ങളുടെ മനസ്സാണ് അതിനു വേണ്ടി ഒരുക്കിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടിമുടി പൂർണ്ണമായും നിങ്ങളെ തന്നെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും നിങ്ങൾക്ക് കിട്ടാനുള്ള നല്ല ബ്ലെസ്സിങ്സിനെ പറ്റി ചിന്തിക്കുക. തീർച്ചയായിട്ടും അത് അരികിലേക്ക് വരും.